ഈ ഒരു രാജവെമ്പാലയോ ഒരു മൂർഖനൊക്കെ നിൽക്കുന്ന ദൃശ്യമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ലെൻസിലേക്കൊക്കെ കുത്തുന്ന ചിത്രമൊക്കെ നമ്മളെടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഓവർ പേടിച്ചിട്ടുണ്ട്, ഉള്ളതിനേക്കാളും പേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പേടിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതാ പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പാമ്പ് അതിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് കുറച്ച് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു കേസാണ്. നമുക്ക് അറിഞ്ഞൂടാ ഇത് വിഷമുള്ളതാണോ അല്ല എന്നുള്ളത്. സോ താങ്കൾ ഒരുപാട് പാമ്പുകളുടെ ഫോട്ടോ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. കൂടുതലും ഹെൽപ്പ് ചെയ്യാന്ന് ഒരു പാമ്പ് പ്രേമിയാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേമി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാണാനും പഠിക്കാനും താല്പര്യമുണ്ട്. അപ്പം ഗവേഷകനാണോ താങ്കൾ? അല്ല, ഗവേഷകനല്ല, എന്തൂസിയാസ്റ്റ് ആണ്. ഈ എന്തൂസിയാസം എന്തിനാ ഈ പാമ്പിൽ വന്നത്? പാമ്പിൽ മാത്രമല്ല, ഈ ഉരക ഉഭയജീവികളിലെല്ലാം തന്നെ. ഇപ്പൊ പാമ്പ്, തവള, അതിനെ കാണുമ്പോൾ ഒരു കൗതുകം, അതിന്റെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് കണ്ട്. അക്കാഡമിക്കലായിട്ട് താങ്കൾ എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് മെക്കാനിക്കലും അതുപോലെ മെക്കാനിക്കൽ പഠിച്ച ആളാണോ ഈ സംഭവത്തിലേക്ക് മാറിയത്? അതിന് വേറൊരു വിഷയമുണ്ട്. ഈ പാമ്പിന്റെ പിന്നാലെ കൂടാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അത് ഇപ്പം തൊഴിൽപരമായിട്ടും എനിക്ക് ഈ അറിവ് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്ത് ജോലിയപ്പോ ചെയ്യുന്നത്? ഞാൻ പവർ പ്ലാന്റ് ആണ് പണിയുന്നത്, പുറത്താണ്. അത് പ്ലാന്റിന്റെ ഇടയ്ക്ക് പാമ്പ് കയറുമോ? ഇഷ്ടം പോലെ. അതെ, അത് ഞങ്ങൾ ഈ മരുഭൂമിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു വലിയ ഇപ്പൊ 22 കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഒരു പവർ പ്ലാന്റിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. 10,000 ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുകൊണ്ടി വരും. അപ്പൊ നാട്ടും പുറത്ത് കാണുന്ന പാമ്പും അവിടെ കാണുന്ന പാമ്പുകളും അതിന്റെ സ്വഭാവം വ്യത്യാസമുണ്ട്. അപ്പൊ പാമ്പുകൾ ധാരാളം ഉള്ള ഒരു മണലാരണ്യത്തിലേക്ക് അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോകണം ചെയ്യുന്നത്. അപ്പൊ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അവിടെ കൂടുകയാണ്. അപ്പൊ അന്നേരം ഈ അറിവ് ഒരുപാട് സഹായം ചെയ്യും. കാരണം ഞങ്ങൾക്ക് ആ പാമ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഇത് രാത്രി പുറത്തിറങ്ങാണോ പകല് പുറത്തിറങ്ങാണോ, വിഷമുള്ളതാണോ അല്ലയോ, അതനുസരിച്ച് നമുക്ക് റിസ്ക് അസസ്മെന്റ് ചെയ്ത് ഞങ്ങൾക്ക് എടുക്കേണ്ട പ്രിവെന്റീവ് മെഷർ എടുക്കാം. ഈ പാമ്പിനോടുള്ള പേടി ആരും മാറ്റരുത്. പകരം കേരളത്തിൽ നല്ലൊരു സംവിധാനം അല്ല, പേടി വേണം. പാമ്പിനെ പേടിക്കണം, അതിനെ ബഹുമാനിക്കണം. അതൊരു ആനിമലാണ്, നമ്മൾ കൈകൊണ്ട് കൈകാര്യം ചെയ്യരുത്, അടിച്ചു കൊല്ലാനോ പോകരുത്. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുവിധം എല്ലാ വീടുകളിലും അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ഫോണെങ്കിലും കാണും. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നിയറസ്റ്റ് റെസ്ക്യൂറിന്റെ സഹായം തേടുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പൊതുജനത്തിനോട് കൊടുക്കാനുള്ളത്. താങ്കൾ പൊതുവെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിൽ നിൽക്കുമ്പോൾ പാമ്പിന്റെ പടം ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലാണോ എടുക്കുക? ഇത് ഈ പേടി എന്ന് പറയുന്നത് അത് കാണുന്ന ആളുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. ഇപ്പം എന്റെ സെയിം ടേസ്റ്റ് ഉള്ള ഒരാൾക്ക് വെച്ചാൽ അത് അതിന്റെ ബ്യൂട്ടിയാണ് അസസ് ചെയ്യുന്നത്. നേരെ മറിച്ച് പാമ്പിനെ പേടിയുള്ള ഒരാളെ എന്റെ ഫാമിലിയിൽ തന്നെ പലർക്കും ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അന്നത്തെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയും. അപ്പൊ എന്റെ അമ്മ തന്നെ, എന്റെ അമ്മയ്ക്ക് പോലും കാണാൻ ഇഷ്ടമല്ല ഞാൻ എടുത്ത ഫോട്ടോസ്. അപ്പം ഒരു ആനിമലാണ്, അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഈ ഹെൽപ്പിംഗ് എന്തൂസിയാസ്റ്റിനെ സെക്കൻഡറി ആണ് ഫോട്ടോഗ്രാഫി. ആദ്യം ഞങ്ങൾക്ക് ആ സ്പീഷീസിനെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. താങ്കളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പാമ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പാമ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ആളുകൾക്കാണ്. എഡ്യൂക്കേറ്ററും കൂടിയാണ്, എഡ്യൂക്കേറ്റർ ആണ്, റെസ്ക്യൂർ ആണ്. റെസ്ക്യൂർ ആണ്. പാമ്പിനെ കുറിച്ച് അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ താങ്കൾ? അതെ, പഠിക്കുന്നുണ്ട്. അതായത് ഇതൊരു പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിൽ എത്തുന്നത്. എവിടെ നടന്ന പാമ്പ് കടി? എന്റെ വീട്ടിൽ തന്നെ ഉമ്മനെ ഒരു അണലി അടിച്ച് ഹോസ്പിറ്റലായിരുന്നു. 2000 ഉമ്മയ്ക്ക് കടിയേറ്റ് വീടിന്റെ പുറത്ത് ഒരു പാമ്പ് വന്നിരുന്നു. അപ്പൊ ഞങ്ങളവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ എന്റെ പാമ്പുണ്ടായി, എനിക്ക് കിട്ടേണ്ട കടി ഉമ്മക്ക് കിട്ടി. അപ്പൊ തന്നെ ബൈക്കിൽ കയറ്റി നേരെ ലൂർദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജ്യൂസ് ഹോസ്പിറ്റലായിരുന്നു. പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അതിൽ 2 കാര്യങ്ങൾ എന്ന് വെച്ചാല്, ഒന്ന്, നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആളുകൾക്ക് ധാരണയുണ്ട് പെട്ടെന്ന് മരിച്ചു എന്നുള്ളത്. ഒരു ടീച്ചർ മരിച്ചെന്ന് വെച്ചാൽ പാമ്പ് കടി ഏറ്റ് 20 മിനിറ്റിൽ മരിച്ച്. ടെൻഷൻ കൂടി, ഇവരുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി, മൊത്തത്തിൽ ആകെ അലമ്പായി, ബ്ലഡിൽ മൊത്തം വനമായി. അതേസമയം നമ്മൾ ശാന്തരാക്കി ഇരുത്തി അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. ആളുകളുടെ ധാരണ പാമ്പ് കടി ഏറ്റവും ഉറപ്പായിട്ട് മരിക്കുന്നുള്ളതാണ്. അങ്ങനെയല്ല, പാമ്പ് കടിയേറ്റ നമ്മൾ കൂടുതൽ രക്ഷപ്പെടുത്തുന്ന കേസുകളാണ്, മരിക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ കൂടുതൽ പാമ്പിനെ കുറിച്ച് പഠിക്കും തോറും അവർക്ക് പേടി മാറും, പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പഠിക്കും. ഞാൻ എൻ്റെ പേജിൽ, സോഷ്യൽ മീഡിയയിലെ പേജിൽ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും അല്ലെ സ്റ്റോറിയിൽ പാമ്പിനെ തിരിച്ചറിയാൻ വേണ്ടി ഇടാറുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഏത് പാമ്പ് ക്യൂസ് മോഡൽ ഇടുന്നത്, അപ്പൊ ഏതാണെന്ന് തിരിച്ചറിയാൻ ആളുകളെ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടുന്ന സമയത്തൊക്കെ എല്ലാവരും ഇവിടെ പേടിയാവുന്നു, രാത്രി ആവുമ്പോൾ കാണുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നത്തിലൊക്കെ വരുന്നു പറഞ്ഞു. ഇത് ആൾക്കാർ പിന്നെ മാറി ഇവർ പഠിക്കാൻ തുടങ്ങി പാമ്പിനെ കുറിച്ച്. ഏതാണ് തിരിച്ചറിയാൻ പഠിച്ചു, പേടി പതിയെ പതിയെ മാറി വന്നു. അപ്പൊ പാമ്പ് വന്നാൽ എന്ത് ചെയ്യണമെന്നും കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്നും നമുക്ക് ഇപ്പൊ പറഞ്ഞ പോണ ക്ലാസ്സുകളിലൂടെയും നമ്മൾ പറഞ്ഞ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും റീലുകളിലൂടെയും ആളുകൾ എത്തിക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും നമ്മൾ ഈ ഷോ ലക്ഷ്യം വയ്ക്കുന്നതന്നെ എന്താണെന്നറിയാമോ? ഈ പരിപാടി, അതായത് ആളുകൾക്ക് ഒരുപാട് ധാരണാപേക്ഷകളുണ്ട്. പാമ്പ് പറക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങൊരു വെറ്ററിനറി ഡോക്ടർ എന്നുള്ള നിലയിൽ അങ്ങേക്ക് എന്താ നമ്മുടെ മലയാളിയോട് പറയാനുള്ളത്? ലോകമെമ്പാടും ഇരുന്ന ആൾക്കാർ കാണാം. ഇപ്പം വനപ്രദേശത്തിനടുത്ത് വീടുകളുണ്ട്, ആൾക്കാർ ചെറിയ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീടുകളൊക്കെ അത്രയും സുരക്ഷിതമായ വീടൊന്നും അല്ലായിരുന്നു. ആ വീട് ദൃശ്യത്തിൽ കാണുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, കേരളത്തിൽ ഏകദേശം ഒരു 130ഓളം ടൈപ്പ് പാമ്പുകളുണ്ട്. അതിൽ വിഷം വരുന്ന ഈ പറഞ്ഞ ബിഗ് 4 വരുന്ന പ്രശ്നമുള്ളത് ഈ 4 ശംഖുവരയൻ, മൂർഖൻ,
രാജവെമ്പാല ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കടി ഭയങ്കര കുറവാണ്. കഴിഞ്ഞ 10 വർഷത്തെ തന്നെ വളരെ ചുരുക്കം, വിരലെണ്ണാവുന്ന അത്രയും മാത്രം ഡെത്തുകൾ സംഭവിച്ചു. പക്ഷേ രാജവെമ്പാല അതിന്റെ പേര് കൊണ്ടുള്ള ഒരു രാജകീയ പേരായിട്ടായിരിക്കും അതിന് ആൾക്കാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത് രാജവെമ്പാല തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാൻ അധികം ശ്രമിക്കാറില്ല. അപ്പോൾ കൂടുതൽ അറ്റാക്ക് വരുന്നവർ ഈ 2 തരത്തിൽ വേണം. ഇപ്പൊ നക്ടേണലും ഡയണലും, അതായത് രാത്രി കാലങ്ങളിൽ കാണുന്ന പാമ്പ്, അതിൽ പ്രധാനപ്പെട്ട അത് അതിന്റെ ഇതുപോലെ ഇരിക്കും. രാത്രി കാലത്തിൽ ഇറങ്ങുന്ന പാമ്പാണ് ഈ പറഞ്ഞ ക്രേറ്റ്, വെള്ളിക്കെട്ട് എന്ന് പറയുന്ന ക്രേറ്റ്. അപ്പൊ രാത്രി കാലത്തിലായിരിക്കും അതിന്റെ കടി കൂടുതൽ കിട്ടാൻ ചാൻസ് വരിക, കാരണം ഏറെ തേടി ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ റസൽസ് വൈപ്പറും നമ്മുടെ മൂർഖനും ഒക്കെ പകലാണ് കാണുന്നത്. പിന്നെ ഈ ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇവർക്ക് സ്വമേധ, ഇപ്പൊ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ട് അവർക്ക് പറ്റില്ല. അവർക്ക് എൻവയറമെന്റൽ ടെമ്പറേച്ചർ വേണം, അതായത് സൂര്യപ്രകാശം വേലി കായണം. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ഓന്തോ വെള്ളം വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേലി കായുന്ന, അപ്പൊ വേലി കായണം. പക്ഷെ ഒത്തിരി ചൂടാകുമ്പോഴത്തേക്ക് അവർ തണുപ്പ് പ്രദേശങ്ങളിലേക്ക് മാറും. അതിന് പോട്ട്സ് എന്ന് പറയും, പ്രിഫേർഡ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ സോൺ. അപ്പൊ അതിലെ അവർ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ചകിരിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ വിറകിന്റെ ഇടയ്ക്ക് ആ കടികളാണ് കൂടുതൽ നമുക്ക് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ വീടിന്റെ അകത്ത് ഏതെങ്കിലും തണുപ്പ് സ്ഥലങ്ങളിൽ അത് ചൂട് കൂടുമ്പോൾ സമയത്ത് തണുപ്പിലേക്ക് പോകുന്ന. പക്ഷെ ചൂട് കൂടുന്നതുകൊണ്ട് കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു സീസൺ അത് ബ്രീഡിംഗ് സീസൺ. ആ ബ്രീഡിംഗ് സീസണിന്റെ അകത്താണ് കുട്ടികൾ അധികമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. കൂടുതൽ ഒരു റീസൺ കൂടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാലിന്യ പ്രശ്നത്തിനാണ്. മാലിന്യം വരുമ്പോൾ അവിടെ എലികൾ വരും. അപ്പൊ എലികളെ ഹണ്ട് ചെയ്യാൻ, അവർക്ക് ഭക്ഷണമാണ് പ്രധാനം, എലികളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പാമ്പുകൾ കൂടുതലായിട്ടും വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞു പാമ്പുകൾ കടിയേറ്റ് മരിക്കുന്നത് എണ്ണം കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏപ്രിൽ ഈ മാസം ഒരു 8 മരണം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പക്ഷേ ഇഴജന്തുക്കളെ ഞങ്ങൾ ശരിക്കും കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യം ആൾക്കാരെ ഇപ്പൊ വീട്ടിന്റെ പരിസരത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അത് പ്രധാനമായിട്ട് സാർ പറഞ്ഞത് ഒന്ന് ക്രീപ്പേഴ്സ്, അതായത് ചെടികള് നമ്മുടെ ഭിത്തിയിലേക്ക് ടെറസിലേക്ക് പടർത്തുന്നത്. പാമ്പുകൾക്ക് അങ്ങനെ ചുവര് കയറാം, നമ്മുടെ വോൾഫ്സിനെ ചുവർ പാമ്പുകൾക്ക് മാത്രം അങ്ങനെ കയറാനുള്ള കഴിവുള്ളൂ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ മുകളിലേക്ക് കയറിലൂടെ കയറി പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഷെയ്ഡ് ഉള്ളത് ഈ ഒരു മോഷൻ അവർക്ക് പലപ്പോഴും പാടാണ്. അപ്പൊ ആ ഷെയ്ഡുകൾ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് ഒരു ഫാം വെക്കുമ്പോഴത്തേക്ക് അതിൽ ഷെയ്ഡ് തള്ളിയിട്ടായിരുന്നു, അപ്പൊ അതിന് ആ ഒരു 180 ഡിഗ്രി തിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഏരിയകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ആ ഷെയ്ഡുകൾ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ അയ കെട്ടുകയോ അല്ലെങ്കിൽ കയറ് കെട്ടുകയോ ചെയ്താൽ അതുവഴി കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നമ്മുടെ എക്കോസിസ്റ്റത്തിന് വേണ്ടതായിട്ടുള്ള കുറെ പാമ്പുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചേര. ചേര നമ്മൾ മെയിൻറ്റെയിൻ ഇല്ല, ചേര കടിച്ചാലും പ്രശ്നമില്ല, വിഷമില്ല. അപ്പൊ പേടിക്കണം. ചേര പൊതുവെ അങ്ങനെ ഒരു പാമ്പ് പൊതുവെ വന്ന് കടിക്കാറില്ല. പക്ഷെ അതിനെ വേദനിക്കുക അല്ലെങ്കിൽ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടക്കുന്ന കൂടുതൽ മുടക്കേണ്ട കാര്യമില്ല. ചില ആനിമൽസ് മൈൽഡ്ലി വെനമസ് പറയും. നമ്മുടെ ഈ വില്ലു പച്ചിലപ്പാമ്പ് പറയുന്നതൊക്കെ മൈൽഡ്ലി വെനമസാ. പക്ഷെ അതിന്റെ കടി അത്രയും അകത്തേക്ക് ഇറങ്ങില്ല, ചെറിയ റിയാക്ഷൻസ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പാമ്പ് ഏതാ? ഞാൻ വൈപ്പറേ പറയുള്ളൂ. അണലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദൂരത്താണെങ്കിലും ചിലപ്പം നമ്മൾ പ്രൊവോക്ക് ചെയ്താൽ അറ്റാക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പം സൂക്ഷിച്ച് തന്നെ വൈപ്പറിനെ ഹാൻഡിൽ ചെയ്യാം. എപ്പോഴും സംഭവിക്കും ഇത് വരുന്നത്, ഞാൻ പറയുന്നത് ഹാൻഡ്ലേഴ്സിന് വരുന്നത് പറഞ്ഞാൽ വൈപ്പർ ബൈറ്റാണ് കൂടുതലും പ്രശ്നങ്ങൾ വരാറ്. കാരണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് അത് കടിക്കുന്നത് എന്നുള്ളത്. അപ്പം മാലിന്യ പ്രശ്നം ഒന്ന്, അത് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ വീടിനോട് ചേർന്നുള്ള ചെടികൾ വെക്കുന്നത് കൺട്രോൾ ചെയ്യുക. കുറച്ച് പണ്ടുള്ളതിനോട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പണ്ട് അമ്പല കാവുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മെയിൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.